രായിരനല്ലൂർ ക്ഷേത്രത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നടുവട്ടം രായിരനല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ഗോപുരനടയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഒരു ദിവസം മാത്രം പ്രായമുള്ള ആൺകുട്ടിയെയാണ് കണ്ടെത്തിയത്. കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. പുലർച്ചെ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിൽ നടക്കാനെത്തിയ പാണപ്പറമ്പിൽ അയ്യപ്പനാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. തുടർന്ന് ക്ഷേത്രഭാരവാഹികളെ അറിയിക്കുകയായിരുന്നു. ഇവർ കൊപ്പം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് ആംബുലൻസും നഴ്സുമാരുമായി എത്തി കുട്ടിയെ ആദ്യം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരനടയിലാണ് കുട്ടിയെ കിടത്തിയിരുന്നത്. ചോരപ്പാടുകളും സ്ഥലത്തുണ്ടായിരുന്നു. 1 കിലോ 800 ഗ്രാം തൂക്കമുണ്ട് കുട്ടിക്ക്. കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. സമീപത്തെ വീടുകളിലും മറ്റും അന്വേഷണം നടത്തി. പ്രസിദ്ധമായ രായിരനല്ലൂർ മലയുടെ അടിവാരത്തുള്ളതാണ് രായിരനല്ലൂർ ദുർഗാദേവി ക്ഷേത്രം. പുലർച്ചെ സ്ഥിരമായി നടക്കാൻ വരുന്ന ആളാണ് കുട്ടിയെ കണ്ടതെന്ന് ക്ഷേത്രഭാരവാഹിയും പഞ്ചായത്ത് അംഗവുമായ ബാലചന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഇവിടെ നടന്നുകൊണ്ട് ഇവിടെ ഈ മോർണിംഗ് വാക്ക് നടക്കുന്ന പാണപ്പറമ്പിലെ മുത്തു, അയ്യപ്പൻ എന്ന മുത്തു, അവൻ ഇതിവിടെ ഇതിന് വാക്കിംഗ് നടക്കാറുണ്ട്. അപ്പോൾ 5 മണിക്ക് കഴിഞ്ഞിട്ട് 5:10 എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ ഈ തിരുവാപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡ് നടുവടുത്ത വാർഡ് മെമ്പറാണ്. ബാലേന്ദ്രൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എൻ്റെ വീടും അമ്പലത്തിൻ്റെ അടുത്താണ്, ഏകദേശം 50 മീറ്റർ ദൂരത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നമാതിരി ഒരു കുട്ടിയുണ്ട് അവിടെ അമ്പലത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ ഉറക്കത്തിലായിരുന്നു. സാധാരണ ഞാനും നടക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ ഇലക്ഷൻ്റെ ഡ്യൂട്ടി കാരണം എല്ലാ ദിവസവും നടത്തം തന്നെയാണല്ലോ, അത് കാരണം ഈ നടത്തം ഒഴിവാക്കിയതാ. പിന്നെ അന്നത്തെ ഇതായിട്ട് അപ്പോൾ ഞാൻ വന്നില്ല. അപ്പോൾ എവിടെ ഏത് കുട്ടിയാണ്, എത്ര വയസ്സായ കുട്ടി, എന്താണ്? അപ്പോൾ ഞാൻ വിചാരിച്ചു പല കുട്ടികളും അവിടെ എവിടെയും കാണാതെ അവരെ കണ്ടു, അങ്ങനെ എന്തെങ്കിലും ആവുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞല്ല, ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിക്ക് എത്രയെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പം ഞാൻ അവിടെ നിങ്ങൾ പോയി നോക്കി, അവിടെ നിന്ന് ആ കുട്ടി, നിങ്ങൾ വരുമ്പോഴേക്ക് കുട്ടി ഇവിടുന്ന് പോവുകയും ചെയ്തു. നമ്മൾ പോലീസിൽ വിവരം അറിഞ്ഞ ശേഷം കുട്ടീനെ കണ്ടില്ല, ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ അവിടെ തന്നെ മടങ്ങി പോകുന്നില്ല. ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നിട്ട് ഞാൻ വിളിച്ചു പറയാൻ നടന്നു. പിന്നെ ആ കുട്ടിയുടെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു ദിവസത്തെ പ്രസവിച്ചിട്ടായിട്ടുള്ളൂ എന്നുള്ളത് ഞാനും നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ പിന്നെ അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് വന്നു, ആംബുലൻസ് ആയിട്ട് വന്നു, വനിതാ പോലീസ് എല്ലാം ഉണ്ടായിരുന്നു. അവർ ഇവിടെ വന്നിട്ട് കുട്ടിയെ കൊണ്ടുപോയി നേരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയി. അവിടെ നിന്നുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഉള്ള കാര്യങ്ങൾ. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.